എന്നതിൻ്റെ അർത്ഥം ഇതാണ്: ശരീരവും ആത്മാവും സെപ്പറേറ്റ് ആവുന്നു എന്നാണ് അർത്ഥം. ആ കാറ്റഗീസ് ഒന്ന് എടുക്കാമോ? കാറ്റഗീസ് എടുത്തിട്ട് അതിൽ 1997 നോക്കി. 1997 ശരീരത്തിൻ്റെ ഉയർപ്പിനെ കുറിച്ചാണ്. ശരീരം ഉയർക്കണമെങ്കിൽ മരിക്കണം. ഉയർപ്പാണ് നമ്മുടെ ലക്ഷ്യം. എന്താണ് ഉയർപ്പ് എന്ന് പറയുന്നത്? കറക്റ്റാണോ? 1997 അല്ലെങ്കിൽ 87 അല്ല, 1000 അതാ ഇനി നോ 1000 അല്ല, വെറും 997. സോറി, 997 മൈക്കോടുക്ക്. 997. എന്താണ് ഉയർത്തെഴുന്നേൽക്കൽ? എന്താണ് ഉയർത്തെഴുന്നേൽക്കൽ? മരിച്ചവർ എങ്ങനെയാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്? മരണത്തിൽ ശരീരത്തിൽ നിന്നുള്ള ആത്മാവിൻ്റെ വേർപാടിൽ മനുഷ്യ ശരീരം ജീർണിക്കുന്നു. കണ്ടോ? മരണം എന്നത് ശരീരത്തിൽ നിന്നുള്ള ആത്മാവിൻ്റെ വേർപാടാണ് മരണം. ശരീരത്തിൽ നിന്നുള്ള ആത്മാവിൻ്റെ വേർപാടിൽ മനുഷ്യ ശരീരം ജീർണിക്കുന്നു. ആത്മാവ് ദൈവത്തെ കണ്ടുമുട്ടാനായി യാത്രയായി സ്വർഗത്തിലേക്ക് പോയി. അതേസമയം മഹത്വീകൃത ശരീരവുമായുള്ള പുനരൈക്യത്തിനായി കാത്തിരിക്കുകയും ചെയ്യുന്നു. അടുത്തത്, ദൈവം തന്റെ സർവാതീത ശക്തി കൊണ്ട് യേശുവിന്റെ ഉത്ഥാനത്തിന്റെ ശക്തിയാൽ നമ്മുടെ ശരീരങ്ങളെ നമ്മുടെ ആത്മാക്കളോട് വീണ്ടും ചേർത്തുകൊണ്ട് നമ്മുടെ ശരീരങ്ങൾക്ക് അനശ്വരമായ ജീവിതം ആത്യന്തികമായി പ്രദാനം ചെയ്യുന്നു. സന്തോഷമാണോ? അത് നമ്മൾ ഇവിടെ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കണം. ഇതിൽ നമ്മൾ വിശ്വസിക്കണം. അതാണ് ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിലെ ഉത്തമ രക്ഷയുമേകുന്നു. കണ്ടോ? മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. കണ്ടോ? എന്താണ് മർത്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ നേട്ടം? അവൻ യേശുക്രിസ്തുവിനെ പോലെ തന്നെ ഉയർപ്പിക്കപ്പെടും. അവൻ്റെ ശരീരം ഉയർക്കും. എന്നിട്ട് വീണ്ടും ആ ഉത്ഥാനഗീതം എന്നാണ് അതിന് പറയുന്നത്. ഉത്ഥാനഗീതത്തിന് ശേഷമുള്ള പ്രാർത്ഥന ഇനി ശ്രദ്ധിക്കണം. കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും. കണ്ടോ? അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പാലിക്കുന്നവനുമാണ്. ഇതൊന്നങ്ങ് വിശ്വസിച്ചേ. ഇതങ്ങ് വിശ്വസിക്കുമ്പോൾ കാറ്റഗിസത്തിൽ 913 ആണോ? അല്ല, 900 ഇല്ല. ഇപ്പം നമ്മൾ വായിച്ചത് 997. 988 തുടങ്ങി. 88, 89, 90, 91, 93.
988. അതായത് ക്രിസ്ത്യാനിയുടെ ജീവിതം ശരീരത്തിൻ്റെ ഉയർപ്പിലുള്ള പ്രത്യാശ ക്രിസ്ത്യാനിയുടെ ആത്മധൈര്യമാണെന്ന് കണ്ടോ. 990 ഇനി കൊണ്ടുവരാം ആ പുസ്തകം. ആ പുസ്തകം പെട്ടെന്ന് എടുത്ത് ഞാൻ പറഞ്ഞുതരാം. അതായത് ക്രിസ്ത്യാനിയുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ഒരു മിനിറ്റ്, യു സ്റ്റേ ഹിയർ. ക്രിസ്ത്യാനിയുടെ ജീവിതം എന്ന് പറയുന്നത് ഈ മരിച്ചവരുടെ ഉയർപ്പിലുള്ള വിശ്വാസത്തിലുള്ള ജീവിതം അവന് ആത്മധൈര്യം തരുന്നുള്ളതാണ്. ഇതെൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. എനിക്കിത് മനസ്സിലായതോടുകൂടി ഭയങ്കര ഒരു ആത്മധൈര്യമാണ്, ഒരാത്മധൈര്യം. 991 മരിച്ചവരുടെ ഉത്ഥാനത്തിലുള്ള വിശ്വാസം ആരംഭം മുതലേ ക്രൈസ്തവ വിശ്വാസത്തിന്റെ സത്താപരമായ ഒരു ഘടകമായിരുന്നു. ക്രിസ്ത്യാനിയുടെ ആത്മവിശ്വാസം മരിച്ചവരുടെ ഉയർപ്പാണ്. ഇതിൽ വിശ്വസിച്ചുകൊണ്ട് നാം ജീവിക്കുന്നു. ഇപ്പം മക്ബായരുടെ പുസ്തകത്തിൽ ഒരു ഫെലിസിറ്റി അമ്മ 7 മക്കളെ തൻ്റെ കൺമുമ്പിൽ വെച്ച് രക്തസാക്ഷിയാകാൻ വിട്ടുകൊടുത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾ എന്തുവേണം ചെയ്തോ, കാരണം ഇവരെല്ലാവരെയും ഞാൻ ഉത്ഥാന സമയത്ത് കാണാൻ പോണതാണ്. കണ്ടോ, അതുകൊണ്ട് അമ്മയ്ക്ക് ഒരമ്മയുടെ മുമ്പിൽ വെച്ച് അവളുടെ 7 മക്കളെയും കൊല്ലുമ്പോൾ അത് കണ്ടു നിൽക്കാനുള്ള ആത്മധൈര്യം കിട്ടിയത് എന്തുകൊണ്ടാണ്? നിങ്ങൾ കൊന്നാലും ഇതങ്ങനെ മരിച്ചാലും മരിക്കണ ശരീരമല്ല, ഈ ശരീരം ഉയർത്തെഴുന്നേറ്റ് ഞങ്ങൾ ഒരുമിച്ച് കാണും. അതാണ് ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ കാതൽ. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് ഭയങ്കര ഒരു ആത്മധൈര്യവും ആത്മവിശ്വാസവും. ഇവിടെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും നമുക്കൊരു പ്രശ്നമില്ല. കൂടി വന്ന് എന്ത് ചെയ്യും? ഞാൻ മരിക്കും, അതിൽ കൂടുതൽ എന്ത് ചെയ്യും? മരിച്ചാൽ എന്ത് സംഭവിക്കും? ഉയർക്കും. ഉയർത്താൽ എന്ത് സംഭവിക്കും? ഉയർക്കും എന്നുള്ളത് തീർച്ചയാണ്. നമ്മൾ സുവിശേഷത്തിൻ്റെ മർമ്മം മനസ്സിലാക്കുമ്പോൾ അനശ്വരതയാണ് ദൈവം, അനശ്വരനാണ് ദൈവം. ആ അനശ്വരമായ സമ്പത്ത് വേണോ, നശ്വരമായ സമ്പത്ത് വേണോ പറയും. മനസ്സിലായോ? എന്തോ കാരണവശാൽ ജ്ഞാനത്തിൻ്റെ കുറവ് കൊണ്ടാണ്. ജ്ഞാനത്തിൻ്റെ കുറവ് കൊണ്ട് അനശ്വരമായ സമ്പത്ത് ആഗ്രഹിക്കാതെ മനുഷ്യർ മുഴുവനും നശ്വരമായ സമ്പത്ത് ആഗ്രഹിക്കുന്നു. അതാണ് ഈശോ പറഞ്ഞത്, ഈ നശ്വരമായ സമ്പത്ത് നീ നേടി 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 ലോകം മുഴുവനും നേടി എന്ന് വിചാരിച്ചാലും എന്ത് പ്രയോജനം? അത് മുഴുവനും നശ്വരമാണ്. നീ ഇവിടെ നിന്ന് പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല. ഇപ്പോൾ ഒരു എളുപ്പം മനസ്സിലാകുന്ന ഒരു ഉദാഹരണം എൻ്റെ മനസ്സിൽ വരുന്നത്, ജയലളിതയ്ക്ക് ഒരുപാട് സമ്പത്തുണ്ടായി ഇല്ലേ? എളുപ്പം മനസ്സിലായില്ലേ? എന്നിട്ട് വല്ലതും കൊണ്ടുപോയോ? അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അലക്സാണ്ടർ ചക്രവർത്തി ഓരോ രാജ്യവും പിടിച്ചെടുക്കുകയാണ്, രാജ്യങ്ങൾ പിടിച്ചെടുക്കുകയാണ്. പിടിച്ചെടുത്ത് കുറേ കഴിഞ്ഞപ്പോൾ ഇയാൾ മരിക്കാറായപ്പോൾ ഇയാൾക്കൊരു ഭൂതോദയം, ദൈവമേ ഈ പിടിച്ചെടുത്ത രാജ്യമെല്ലാം എന്തു ചെയ്യും? ഇതൊന്നും എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മിനിസ്റ്റർമാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മരിക്കുമ്പോൾ എന്നെ ശവപ്പെട്ടിയിലാക്കുമ്പോൾ എൻ്റെ 2 കൈകളും പുറത്തിട്ട് ശവപ്പെട്ടിക്ക് പുറത്ത് കിടക്കണം. അതെന്താ തിരുമേനി അങ്ങനെ? ഈ ലോകം മുഴുവനും അറിയണം
ഞാൻ ഈ പിടിച്ചെടുത്ത സാമ്രാജ്യങ്ങളോ സമ്പത്തോ ഒന്നും എനിക്കിവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് മരിക്കാൻ നേരത്തെ അറിയണമെങ്കിൽ മുമ്പ്, കുറേ നാൾ മുമ്പ് അറിഞ്ഞിരുന്നെങ്കിലോ. ഒന്ന് ആലോചിച്ച് നോക്കി. ഞാനിപ്പോൾ ചിന്തിക്കുകയാണ്, മണവാളനച്ഛനെ ഞാൻ ബോംബെയിൽ വെച്ചറിയാം. ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു. 1991 മുതലറിയാം. 91, ഇപ്പോൾ എത്ര വർഷമായി. കല്യാൺ രൂപത തുടങ്ങിയ കാലത്ത് അച്ഛനൊക്കെ ആയിരുന്നു അതിൻ്റെ ഫൗണ്ടേഷൻ ഇട്ട ആൾക്കാർ. ഈ 91 എൻ്റെ ജീവിതത്തിൽ വലിയൊരു സംഭവം നടന്നത്. എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ ഒരു അനുഭവം ഉണ്ടാകുകയും ഞാൻ ദൈവസ്വരം കേട്ട്, ദൈവസ്വരം എന്നോട് പറയുകയാണ്, നീ ജോലിയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഫുൾ ടൈം കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങുക. എൻ്റെ ഭാര്യയ്ക്ക് ജോലി ഉണ്ടായിരുന്നില്ല, പിന്നെ എങ്ങനെ ജീവിക്കും? ഭാര്യ, മക്കൾ, വീടെല്ലാം വേണം. പക്ഷേ എനിക്കറിഞ്ഞൂടെ, അന്ന് എനിക്ക് ദൈവം അത്രയ്ക്ക് നല്ല ഒരു ആത്മധൈര്യം നൽകി, ഒരു വിശ്വാസം നൽകി. എന്നോട് പറഞ്ഞു, നീ ഈ ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ. ഞാൻ ചോദിച്ചു, ഞാൻ എങ്ങനെ ജീവിക്കും? ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നില്ല, എങ്കിലും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. നീ ആ പക്ഷികളെക്കാൾ ശ്രേഷ്ഠനാണോ? തീർച്ചയായിട്ടും. ഞാൻ ആരാ? ഞാൻ ദൈവമകനാണ്. അതുകൊണ്ട് ഈ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പേ നിനക്ക് ഭക്ഷണം കിട്ടിയിരിക്കും. ഞാനതങ്ങ് അത്രയും ചിന്തിച്ചില്ലായിരുന്നു. നീ പക്ഷികളെക്കാൾ ശ്രേഷ്ഠനാണ്. ഇപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, ഈശോ പറഞ്ഞു, ആ വയലിലെ പുല്ലുകളെ നോക്കുവിൻ, അവ വേലയെടുക്കുന്നില്ല, അവ കൊയ്യുന്നില്ല, അവ നൂൽക്കുന്നില്ല, അവ കളപ്പുരകളിൽ ശേഖരിക്കുന്നില്ല, എങ്കിലും സോളമൻ പോലും ഇത്രയും മഹത്വത്തിൽ ജീവിച്ചിരുന്നില്ല. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ എന്നിട്ട് എന്ത് സംഭവിച്ചു? കഴിഞ്ഞ 25 ഏറെ വർഷമായിട്ട് അങ്ങനെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ്. എങ്ങനെ അടുത്ത മാസം ഞങ്ങളുടെ ജീവിതം മുന്നേറുമെന്ന് എനിക്കിപ്പോൾ അറിയില്ല. സാധാരണ ജോലി ചെയ്യുന്ന സമയത്ത് അടുത്ത മാസം ഇത്ര ശമ്പളം കിട്ടുമെന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെ ഒന്നും എനിക്കില്ല. അതുകൊണ്ട് എനിക്കുള്ള ഗുണം എന്താ? നശ്വരമായ ഒന്നിനോടും ഒരു താല്പര്യമില്ല. മറിച്ച് എന്താണ് എനിക്കുള്ള താല്പര്യം മുഴുവനും? അനശ്വരമായ ദൈവരാജ്യത്തിൻ്റെ നേട്ടങ്ങൾ, ദൈവരാജ്യത്തിൻ്റെ സമ്പത്ത്, ദൈവരാജ്യത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട്. എന്നാൽ എനിക്ക് വല്ല കുറവുണ്ടോ? എനിക്ക് എല്ലാം കൃത്യസമയത്ത് കൊണ്ടുവരുത്തും. ഇതിപ്പോൾ ഞാനിങ്ങനെയൊക്കെ പറയുമെങ്കിലും നിങ്ങളിൽ കുറേ പേർക്ക് ഇന്ത്യൻ സാമ്പത്തിക പ്രശ്നവും കടബാധ്യതയും കഷ്ടതകളും ഒക്കെ ഉണ്ടല്ലോ. ഇതിന് പരിഹാരം എന്താണ്? ഇതിന് പരിഹാരം വളരെ എളുപ്പമാണ്. വളരെ എളുപ്പമാണ് കേട്ടോ. ഇത്ര എളുപ്പമാണ് നിങ്ങൾ ഇന്നവരെ ചിന്തിച്ച് കാണില്ല. ഇതിന് പരിഹാരം നിങ്ങൾ വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? പിതാവേ, നിനക്കുള്ളതെല്ലാം എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞെല്ലാവരും, പിതാവേ, നിനക്കുള്ളതെല്ലാം എനിക്കുള്ളതാണ്. കർത്താവാണെൻ്റെ ഓഹരിയും പാനപാത്രവും. നമ്മൾ കർത്താവിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, ഏതാണ്ട് വേലക്കാരൻ്റെ മാതിരി. അതെ, ഞാൻ അവിടുന്ന് 2 നാളികേരം കൊണ്ടുപോയിക്കോട്ടെ. ഇതാരാ ചോദിക്കണേ? വേലക്കാരല്ലേ ചോദിക്കണേ. മക്കളാണെങ്കിലോ നമുക്ക് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? മക്കളാണെങ്കിൽ ഇതൊക്കെ ആർക്കുള്ളതാണ്? മക്കൾക്കുള്ളതാണ്. അപ്പോൾ നമുക്കുണ്ടാകേണ്ട ഒരു ബോധ്യം, നമ്മൾ മക്കളാണ്. ഒന്ന് വിശ്വസിച്ചേ നിങ്ങൾ ആരാണ്? മക്കളാണ്. ദൈവം ആരാണ്? നമ്മുടെ അപ്പച്ചനാണ്. നമ്മുടെ അപ്പച്ചനുള്ളതെല്ലാം നമുക്കുള്ളതാണോ? ഒന്നങ്ങ് വിശ്വസിച്ചു പോ, ഉടനെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും.
എന്നോട് ഇങ്ങനെയൊക്കെയാണ് ചില ആൾക്കാർ വന്നിട്ട് പറയണത്, ബ്രദറെ എന്നോട് ഇന്നലെ കർത്താവ് പറഞ്ഞു ബ്രദറിന് ഇങ്ങനൊരു ആവശ്യമുണ്ട്, അതുകൊണ്ട് സഹായിക്കണമെന്ന്. അത് ശരിയാണ്, എന്നാ കണ്ടോ, ഞാൻ ചോദിച്ചൊന്നുമില്ല. കർത്താവേ നിനക്കറിയാലോ എൻ്റെ ആവശ്യം എന്താന്ന്. നിനക്കറിയോ കർത്താവേ? അറിയോ? അപ്പോൾ നമ്മളുടെ അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് ഉയരണം. പിതാവേ അങ്ങേക്കറിയാം എൻ്റെ കാര്യം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഭൗതികതയിൽ ഈ വയലിലെ പുല്ലുകളെ പോലെ ആകാതെ, അല്ലെങ്കിൽ ആ പുല്ലുകളെ പോലെ ആകുക. ആ പുല്ലുകൾ നൂൽക്കുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നില്ല. ആരാണ് ഈ കളപ്പുരകളിൽ ശേഖരിക്കുന്നത്? നമ്മളാണ്. എന്തിനാ കളപ്പുരകളിൽ ശേഖരിക്കുന്നത്? ആ വസ്തു, ആ ഭൗതികമായ സമ്പത്തിന് ലക്ഷ്യം വയ്ക്കുന്നു. എന്നാൽ ആത്മീയ സമ്പത്തിന് ലക്ഷ്യം വയ്ക്കുകയാണെങ്കിൽ, അതാണ് സ്വജീവനെ മുറുകെ പിടിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു, അതിനെ വിട്ടുകൊടുക്കുന്നവൻ അത് നേടുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അബദ്ധമായോ ഇന്ന് വന്നതിന്? അതോ സമാധാനമായോ? കുറച്ച് ദിവസം മുമ്പ് ഒന്ന് കൈവീശി കാണിച്ചേ. എല്ലാവരും വയസ്സായ ആൾക്കാരാണ് അധികവും, അതുകൊണ്ടായിരിക്കും മരണത്തെക്കുറിച്ചൊക്കെ പറയണത്. കുറച്ച് ദിവസം മുമ്പ് ഒരു അമ്മച്ചി എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, കരയാണ്. എന്തു പറ്റി? ഭർത്താവ് മരിച്ചുപോയി, കുറച്ച് നാളായി. മരിച്ചു പോയെന്ന് പറയല്ലേ, ഭർത്താവ് സ്വർഗത്തിൽ പോയെന്ന് പറയും. എന്താ അങ്ങനെ? ഓക്കെ, നമ്മുടെ ഭാഷകൾ തന്നെ മാറണം. ഭർത്താവ് എവിടെ പോയി? സ്വർഗത്തിൽ പോയി. ഇപ്പം എന്താ പ്രശ്നം? ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന കാശൊക്കെ മുടക്കി ഒരു കിണർ കുത്തി, ഇവിടെ വീട്ടിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് പോരാണ്ടായപ്പോൾ കുറച്ച് പൈസ കടം മേടിച്ചു. ഇപ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ പറ്റണില്ല. റബ്ബർ വെട്ടണത് മുഴുവനും എൻ്റെ മകൻ, അവനതൊക്കെ എടുത്തുകൊണ്ട് അവൻ ചിലവാക്കണം. ഞാൻ അവനോട് പറഞ്ഞു, മോനെ അതിനകത്ത് കുറച്ച് കാശ് എനിക്ക് തായോ, ഞാനിത് ഈ കടം മേടിച്ച് തിരിച്ചു കൊടുക്കട്ടെ. അവൻ തരണില്ല. ഞാൻ തോറ്റ് അവനോട് പറഞ്ഞു. ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഈ കടക്കാരൊക്കെ എൻ്റെ അടുത്ത് വന്ന് കൂടുകയാണ്, അമ്മച്ചി പൈസ വേഗം തായോന്ന് പറഞ്ഞു. ഞാൻ എന്തു ചെയ്യണം? അപ്പം ഞാൻ അമ്മച്ചിയോട് പറഞ്ഞേ, അമ്മച്ചി മോനോട് പറയേ, അവനോട് ഇനി പൈസ ചോദിക്കരുത്. അവനോട് പറയണം, ദേ ഇന്നത്തെ ആളുകൾക്ക് പൈസ കൊടുക്കാൻ കിട്ടുക, നീ ഇപ്പം തന്നില്ലെങ്കിൽ ഞാൻ ചത്ത് കഴിയുമ്പോൾ നീ തന്നെ അടച്ചാൽ മതി. താനെ നീ അടയ്ക്കേണ്ടി വരും കേട്ടാ എന്നൊരു വാക്ക് പറഞ്ഞേക്കാൻ പറഞ്ഞു. അതെന്താ ബ്രദറെ? അല്ല അമ്മച്ചി മരിക്കോ ഇല്ലയോ? ഞാൻ മരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ പിന്നെ എന്തിനീ കടത്തിനെ കുറിച്ച് ചിന്തിക്കണേ? മരിച്ചു കഴിയുമ്പോൾ അവന്മാർ കൊണ്ടേ അടച്ചോളൂന്നേ. അമ്മച്ചൊരു ചിരി. അത് ശരിയാണല്ലോ, ഞാൻ മരിച്ചു കഴിയുമ്പോൾ ഈ സ്വത്ത് മുഴുവൻ അവനുള്ളതാണ്, അതോടൊപ്പം അതിൻ്റെ കടവും അവനുള്ളതാണ്. സമാധാനമായി. അതിൽ പിന്നെ എന്നെ വിളിച്ചിട്ടില്ല. അല്ല, നമ്മൾ മക്കളെയൊക്കെ പഠിപ്പിച്ച് വളർത്തി അവർക്ക് വേണ്ടതെല്ലാം ചെയ്തിട്ട് ഇപ്പോഴും ഇതാ അവസ്ഥ. മകനെ പഠിപ്പിച്ച് വലുതാക്കി, ഉള്ളതും പോയി. അത് കഴിഞ്ഞിട്ട് അവനിപ്പോൾ വെട്ടണ റബ്ബറിൽ കുറച്ച് കാശ് അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കില്ല. അമ്മ പറഞ്ഞ് ഈ ആശുപത്രിയിൽ പോകണം, അതിനൊന്നും ഇവിടെ പൈസ ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നല്ല കാര്യം, അപ്പോൾ വേഗം മരിച്ചോളൂ. നമ്മൾ ഇത്രപ്പെടുത്ത് വിഷമിക്കേണ്ട ആവശ്യം എന്താ? മക്കളുടെ അടുത്ത് നമ്മൾ ആശുപത്രി കൊണ്ടുപോകാൻ കാശില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം വേഗം മരിക്കണമെന്നേ അർത്ഥമുള്ളൂ. അല്ല എന്ത് ചെയ്യും പറയും? വേറെ എന്ത് ചെയ്യാൻ പറ്റും? മക്കളോട് പറയാൻ, മോനെ എനിക്കൊന്ന് ആശുപത്രി പോകണമെന്ന് പറയുമ്പോൾ അവൻ കാശില്ല എന്ന് പറയുകയാണെങ്കിൽ അവനെ പിടിച്ച് പറിച്ച് കാശുണ്ടാക്കാൻ പറ്റുമോ? എന്തിനു പറയണം? മരണത്തെക്കുറിച്ചൊരു പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയ പിന്നെ ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞപ്പോൾ അവർ പറയണം അത് ശരിയാണല്ലോ. അപ്പം അമ്മച്ചി ഇങ്ങനെ പറയാൻ തുടങ്ങിയതേ, എനിക്ക് മരിക്കാറായിട്ടുണ്ട് കേട്ടോ, നീ ആശുപത്രി കൊണ്ടുപോയില്ലേ ഞാൻ വേഗം മരിച്ചോളൂ, കടബാധ്യതയൊക്കെ അപ്പം നീ കൊടുത്ത് നിർത്തേക്കണം ഇങ്ങനെ പറഞ്ഞു. അപ്പം നമ്മൾ വെറുതെ ആവശ്യമില്ലാണ്ട് ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കും. ഞാൻ ഇനി ഇതിൻ്റെ യഥാർത്ഥ രഹസ്യം പറയാൻ പോവാ. ഒന്ന് കൈവീശി എല്ലാവരും. ഞാനീ പറയണതിൻ്റെ പ്രധാന പോയിൻ്റാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ
ഈ കാശിനെക്കുറിച്ചും ഈ സ്വത്തിനെക്കുറിച്ചും ഈ ജോലിയെക്കുറിച്ചും പെരയിടത്തെക്കുറിച്ചും എല്ലാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് ദൈവിക രഹസ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ മനസ്സിലാവുന്നില്ല. അത് ചിന്തിക്കാൻ നമുക്ക് സമയമില്ല. നമ്മൾ സുവിശേഷം വായിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം ഈ ജീവിതത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പലതും ചെയ്യുന്നതെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ അനന്തമായ ജ്ഞാനമോ ദൈവത്തെക്കുറിച്ചുള്ള അറിവോ നമുക്ക് ലഭിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു, എനിക്ക് എൻ്റെ ജീവിതത്തെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല. ഞാൻ വേഗം മരിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. അതുകൊണ്ട് എൻ്റെ ചിന്ത മുഴുവനും എന്തിനെക്കുറിച്ചാണ്? ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ കാര്യങ്ങളും ദൈവത്തിൻ്റെ ജ്ഞാനവും. ഈ വചനത്തിന് ഇങ്ങനൊരർത്ഥമുണ്ട്, ആ വചനത്തിൻ്റെ ഇണവചനം അവിടെ കിടക്കണം, ഓ അതിന് ഇങ്ങനൊരർത്ഥമുണ്ട്, ഓ ഈ വക കാര്യങ്ങളാണ്. ചില നേരത്തെ രാത്രി ഞാനിങ്ങനെ തുള്ളിച്ചാറിനേക്കും എൻ്റെ ഭാര്യ ഇതെന്ത് പറ്റിയിരുന്നു? ഞാൻ പറഞ്ഞു ഒന്നും പറ്റിയിട്ടില്ല, എനിക്കിപ്പോൾ ഒരു വചനത്തിൻ്റെ അർത്ഥം മനസ്സിലായി. പ്രൈസ് ദ ലോർഡ്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മുടെ ജീവിതം ദൈവിക ജ്ഞാനം നിറഞ്ഞതായിരിക്കണം ഒരു വശം, മറുവശം ദൈവത്തിൻ്റെ വെളിപാടുകൾ നമുക്ക് കിട്ടണം. എന്നാൽ ഈ ദൈവത്തിൻ്റെ വെളിപാട് കിട്ടണമെങ്കിൽ നമ്മുടെ കണ്ണ് ദൈവത്തിലായിരിക്കണം, നമ്മുടെ ഹൃദയം ദൈവത്തിലായിരിക്കണം. ഈ ഭൗതികമായ കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ട് നമ്മൾ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാവുന്നില്ല. പ്രൈസ് ദ ലോർഡ്. ഈ പ്രഭാഷകൻ്റെ പുസ്തകത്തിലെ 38-ാം അധ്യായത്തിൽ, പെട്ടെന്ന് ഇതൊന്ന് വായിച്ചോ, 38-ാം അധ്യായത്തിൽ ആ ഒരു എവിടെയാണത്, അതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, കലപ്പ പിടിക്കുന്നവൻ കാളേനെ ചാട്ടയുടെ കാര്യമല്ല അവൻ ചിന്തിക്കുള്ളൂ. കൊല്ലൻ ആരയിൽ ഇരുമ്പ് അടിക്കുന്നവൻ അതിൻ്റെ ചൂടും അതിൻ്റെ ഇരുമ്പിൻ്റെ കാര്യമല്ലേ അവൻ ചിന്തിക്കുള്ളൂ. ചെളി ചവിട്ടി കൊശവൻ പാത്രമുണ്ടാക്കുന്നവൻ ആ ചെളിയുടെ കാര്യമല്ലേ ചിന്തിക്കുള്ളൂ. ഇങ്ങനെ 4 കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, വെച്ചിട്ട് മതി. പ്രഭാഷകൻ 38 മതി. നമ്മൾ ദൈവരാജ്യത്തിൻ്റെ മക്കളാണെങ്കിലും ഈ കലപ്പയുടെയും കൊല്ലൻ്റെയും പോലെ ഇങ്ങനെ ജീവിതത്തിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മുടെ ശ്രദ്ധ മുഴുവനും കിടക്കുന്നതെങ്കിൽ അവർക്ക് എങ്ങനെ വെളിപാട് കിട്ടും? അതാണ് അവിടെ പറയണതിൻ്റെ അർത്ഥം. അവൻ ഒഴിവുചാലുകളെക്കുറിച്ച് ചിന്തിക്കുകയും, ഓക്കെ, അതിന് ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യം. അതിൻ്റെ ആദ്യത്തെ വചനം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കും. വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ, വ്യഗ്രത കുറഞ്ഞാലേ ജ്ഞാനം ലഭിക്കുള്ളൂ. കലപ്പ പിടിക്കുകയും ചാട്ടയിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവൻ, കാളകളെ തെളിക്കുകയും നോക്കുകയും അവയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നവൻ എങ്ങനെ വിജ്ഞനാകും? അവൻ ഉഴവുചാലുകളെപ്പറ്റി ചിന്തിക്കുകയും പശുക്കുട്ടികൾക്കുള്ള തീറ്റയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. രാവും പകലും അധ്വാനിച്ച് മുദ്ര കൊത്തുന്ന കൊത്തുപണിക്കാരനും കരവേല വിദഗ്ധനും ഇങ്ങനെ തന്നെ. ഓക്കെ, മതി, ഒരുപാട് നീളണ്ട. 4 കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഒരേ അർത്ഥമാണ്. എന്തിനാ ഇത് പറഞ്ഞേക്കണത്? ദൈവരാജ്യത്തിൻ്റെ മക്കൾ ഇങ്ങനെയൊക്കെയുള്ള വേല ഉണ്ടാവുമായിരിക്കും, പക്ഷേ അതിൽ മാത്രം കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ അവന് ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടില്ല. നമ്മളിപ്പോൾ കുറേ പേരൊക്കെ വയസ്സായിട്ടുള്ളവരാണ് എങ്കിൽ ഇനി അതൊക്കെ വിട്. മക്കൾ അവരുടെ കാര്യം നോക്കിക്കോളും. നമ്മൾ ആരുടെ കാര്യം നോക്കും? നമ്മൾ കർത്താവിൻ്റെ കാര്യം നോക്കും. അപ്പം അവർക്കും ഗുണമുണ്ടാവും. എന്തു പറയണം? അവർക്ക് ഗുണമുണ്ടാവോ ഇല്ലയോ? ഇനി വേറൊരു കാര്യം പറയാം. ഇതൊക്കെ പറഞ്ഞാലും അമ്മമാരല്ലേ, മക്കളുടെ കാര്യം നോക്കാതിരിക്കാൻ പറ്റുമോ? ബ്രദറെ, നമ്മുടെ മക്കളായി പോയില്ലേ. ഏശയ്യ 59:21 ഇതൊന്ന് വായിച്ചു നോക്കിയേ. ഏശയ്യ 59:21.
യെശയ്യാ 59:21. എല്ലാവരും തുറന്ന് വായിച്ചോ. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി. എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട്, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ് നിന്റെ മേലുള്ള, എല്ലാവരും നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോകുകയില്ല. കർത്താവാണ് ഇതരുളി ചെയ്യുന്നത്. ഇതിന് മനസ്സിലാക്കേണ്ടത്, ഇത് പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിലൂടെ സംസ്ഥാപിതമാകുന്ന ഉടമ്പടിയെക്കുറിച്ചാണ് യെശയ്യായിൽ പറയണത്. ഞാൻ നൽകുന്ന ഈ പുതിയ ഉടമ്പടി അനുസരിച്ച് എൻ്റെ വചനവും എൻ്റെ ആത്മാവും നിന്നിൽ നിവേശിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങോട്ട് പോകും? നിൻ്റെ മക്കളിലേക്കും അവരുടെ മക്കളിലേക്കും പോകും. ഇതൊന്ന് വിശ്വസിച്ചേ. ആദ്യമായിട്ടിത് വിശ്വസിക്കണം. ഉടമ്പടി എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ ഉടമ്പടി ഇതാണ്, ഞാൻ നിൻ്റെ മേൽ നൽകിയ എൻ്റെ ആത്മാവും ഞാൻ നിൻ്റെ മേൽ നിവേശിപ്പിച്ച എൻ്റെ വചനവും ഇനി ഒരിക്കലും നിന്നിൽ നിന്നോ നിൻ്റെ മക്കളിൽ നിന്നോ അവരുടെ മക്കളിൽ നിന്നോ അകന്നു പോകുകയില്ല. ഒന്ന് വിശ്വസിക്കുക. ഇപ്പം നമ്മൾ അട്ടപ്പാടിയിലും അഭിഷേകാഗ്നിക്കുമൊക്കെ വേണ്ടി ഒരുപാട് ശുശ്രൂഷ ചെയ്യുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ അഭിഷേകം നമ്മളിൽ ഉണ്ടോ ഇല്ലയോ? പക്ഷെ നമ്മൾ എന്ത് വിശ്വസിക്കണം? ഈ അഭിഷേകം നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മളിൽ നിന്ന് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മക്കളിലേക്ക് ഒഴുകും എന്ന് വിശ്വസിക്കണം. വിശ്വസിക്കുകയും ആ ബോധ്യത്തോടെ കുറച്ചുകൂടി തീഷ്ണതയോടെ നമ്മൾ വചനം വായിക്കണം. വചനം ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഒരുപാട് പേര് ബുദ്ധിമുട്ട്, അവരുടെ പ്രയാസം എന്താ? മക്കളും കുഞ്ഞുമക്കളുടെ കാര്യമാണ്. നമ്മൾ പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ധ്യാനം കൂടുന്നുണ്ട്. പക്ഷേ പിള്ളേരോട് പറയുമ്പോൾ അതൊക്കെ ഞാൻ വയസ്സാകുമ്പോൾ ചെയ്തോളാം എന്ന് പറയുന്നത്. മമ്മി വയസ്സാകും ചെയ്ത പോലെ അപ്പം ഞാൻ ചെയ്തോളാം. നമ്മൾ പറയണതൊന്നും വില വയ്ക്കണ പോലുമില്ല ചിലവരുടെ. സാരമില്ല. നമ്മൾ എന്തു ചെയ്യണം? നമ്മുടെ ഉള്ളിൽ ഇത് വിശ്വസിക്കണം. ഉടമ്പടി എന്താണ്? ഉടമ്പടി ഒന്ന് കൈവീശി കാണിച്ച്. എന്താണ് ഉടമ്പടി എന്നത് മനസ്സിലാക്കണം. ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണ് സുവിശേഷത്തിൽ ഉടമ്പടിയെക്കുറിച്ച്. വിശുദ്ധ ബലിയിൽ ഉടമ്പടിയെക്കുറിച്ച്, നോഹയോട് ചെയ്ത ഉടമ്പടി, അബ്രാഹത്തിനോട് ഉടമ്പടി ചെയ്തു, ഈശോ നൽകിയ പുതിയ ഉടമ്പടി. ഉടമ്പടി ബന്ധമാണ് ദൈവവും മനുഷ്യനുമായിട്ട്. ഉടമ്പടി ബന്ധത്തെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഏറ്റവും എളുപ്പം മനസ്സിലാക്കാനുള്ളത്, ഒരു ക്രിസ്തീയ വിവാഹം ഉടമ്പടി ബന്ധമാണ്. ക്രിസ്തീയ വിവാഹം എന്നത് ഉടമ്പടി ബന്ധമാണ്. ഇപ്പം ഞാൻ വിവാഹം ചെയ്തു എന്ന് വെച്ചാൽ എൻ്റെ ജീവൻ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തു എന്നർത്ഥം. അവളുടെ ജീവൻ എനിക്ക് നൽകി. ഈ രണ്ട് ജീവനും ഒന്നായി. അതാണ് ഉടമ്പടി. ഉടമ്പടി എന്ന് പറഞ്ഞാൽ ജീവൻ്റെ കൈമാറ്റവും ജീവൻ്റെ കലർത്തലുമാണ്. ആ അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർത്താവാണ് എൻ്റെ ഓഹരിയും എൻ്റെ പാനപാത്രവും. കർത്താവ് നമ്മളുമായിട്ടൊരു ഉടമ്പടി ബന്ധമാണ്. ആ അർത്ഥത്തിലാണ് ഈശോ പറയുന്നത്, ഇതാ എൻ്റെ ശരീരം, എൻ്റെ രക്തം, നവീനവും സനാതനവുമായ ഉടമ്പടിയിലുള്ള എൻ്റെ രക്തം, നിങ്ങളിത് വാങ്ങുവിൻ. അത് വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അത് വാങ്ങി എന്നതിനർത്ഥം ഞാനും അങ്ങുമായിട്ട് വിവാഹം ചെയ്തിരിക്കുന്നു. കർത്താവേ, നീ എൻ്റെ മണവാളനാണ്, എൻ്റെ ആത്മാവ് നിൻ്റെ മണവാട്ടി, എൻ്റെ ആത്മാവിലേക്ക് നിൻ്റെ ജീവൻ പകരുകയും എൻ്റെ ആത്മാവ് നിൻ്റെ ആത്മാവിനോട് ലയിക്കുകയും ചെയ്തിരിക്കുന്നു. നമ്മൾ ഉടമ്പടി ബന്ധത്തിലാണ്. ഒരാൾക്കും ഒരു ശക്തിക്കും ക്രിസ്തുവിലുള്ള ഈ ബന്ധത്തിൽ നിന്ന് നമ്മളെ അകറ്റാൻ പറ്റില്ല.
ഉടമ്പടി അനുസരിച്ച് എന്താണ് ഉടമ്പടിയിൽ പറഞ്ഞത്? ഇത് ഞാനും നിങ്ങളുമായിട്ട് ഉടമ്പടിയാണ്. നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോകുകയില്ല. ഒന്ന് വിശ്വസിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചേ. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുന്ന ദൈവമേ, എന്നിൽ വസിക്കുന്ന ദൈവമേ, എന്നിൽ വസിക്കുന്ന വചനമേ, എന്നിൽ വസിക്കുന്ന വചനമേ, ഉടമ്പടി പ്രകാരം എന്നിലൂടെ എൻ്റെ മക്കളിലേക്ക് ഒഴുകണമേ. Praise the Lord. ഇനി ഇപ്പം നമ്മൾ ഉടനെ തന്നെ ഈശോനെ എഴുന്നള്ളിച്ച് വെച്ച് കുറച്ച് നേരം പ്രാർത്ഥിക്കും. രോഗശാന്തിക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കും. നമ്മളിപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് ഹോംവർക്ക് ചെയ്യാനുണ്ട്. എന്താ കുട്ടികളെ, ഹോംവർക്ക് ചെയ്യൂലേ? ചെയ്യേണ്ടത് ഇതാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 6, 7, 8, 9 4 അധ്യായങ്ങൾ വായിച്ചുകൊണ്ട് വരണം. 4 അധ്യായം. അതോടൊപ്പം ഈ ജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ശക്തിപ്പെടുത്തണം. അതിനൊരു പണിയുണ്ട്. അതിൻ്റെ പ്രത്യേകത, ജ്ഞാനം നിങ്ങളുടെ വാതിക്കൽ മുട്ടുന്ന ഒരു സമയമുണ്ട്. ജ്ഞാനം നമ്മുടെ വാതിക്കൽ കാത്തിരിക്കുന്ന ഒരു സമയമുണ്ട്. അതെപ്പോഴാണെന്ന് കണ്ടുപിടിക്കണം. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ 14-ാമത്തെ വചനം പറയുകയാണ്. വായിച്ചു. ജ്ഞാനം 6:14 പറയുന്നത്, പ്രഭാതത്തിൽ അവൾ വാതിക്കൽ തന്നെ കാത്തുനിൽപ്പുണ്ട്. അവളിൽ ശ്രദ്ധ ഉറപ്പിക്കുന്നതാണ് വിവേകത്തിൻ്റെ ലക്ഷണം. അവൾ വാതിക്കൽ കാത്തുനിൽപ്പുണ്ട്. 6:14 ജ്ഞാനം 6:14 പറയുന്നു. അവൾ വാതിക്കൽ കാത്തുനിൽപ്പുണ്ട്. അപ്പോൾ എന്ത് വേണം? നമുക്കൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഞാനൊക്കെ 4 മണിക്കാണ് എൻ്റെ വാതിക്ക ഈ ജ്ഞാനത്തെ കണ്ടുമുട്ടുന്നത്. നിങ്ങൾക്ക് എന്നോടൊപ്പം നാളെ ഉണരണോ? വേറൊരു ടെക്നിക്കുണ്ട്. നിങ്ങളിപ്പോൾ സമ്മതിക്കുകയാണെങ്കിൽ, എൻ്റെ ആത്മാവുമായിട്ട് നിങ്ങളൊന്ന് ഒത്തുചേരുകയാണെങ്കിൽ, നിങ്ങളറിയാതെ 4 മണിക്ക് നാളെ എൻ്റെ ആത്മാവ് നിങ്ങളെ ഉണർത്തും. പ്രൈസ് ദ ലോർഡ്. അതെങ്ങനെയുണ്ട്? ഒന്ന് പരീക്ഷിച്ച് നോക്കണോ? നാളെ 4 മണിക്ക് രാവിലെ നിങ്ങൾ അലാറൊന്നും വെക്കണ്ട. എൻ്റെ ആത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഹലോ എനിക്ക് ജ്ഞാനം പാതുക്കെ നിൽക്കുന്നു എന്ന് പറഞ്ഞ് എണിപ്പിക്കും നിങ്ങളെ. എത്ര പേർക്ക് അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കണമെന്നുണ്ട്? നാളെ രാവിലെ 4 മണിക്ക് നിങ്ങളറിയാതെ നിങ്ങളെ ഉണർത്തും. കൈ വീശി കാണിച്ചേ. അന്ന് കൈ ഉയർത്തി പിടിച്ച് നമ്മളിപ്പോൾ ഒന്ന് അത് സെറ്റ് ചെയ്യാൻ പോവാ. ഇപ്പം നിങ്ങൾ അതിന് സമ്മതിക്കണം. എൻ്റെ ആത്മാവ് നിങ്ങളുടെ ആത്മാവിൽ കടന്ന് 4 മണിക്ക് നിങ്ങളെ എണിപ്പിക്കാൻ പോവുകയാണ്. പ്രൈസ് ദ ലോർഡ്. എണിപ്പിച്ചോട്ടെ. റെഡി? കൈ പൊക്കി സമ്മതിക്കൂ. പരിശുദ്ധാത്മാവേ, ഈ തോമസ് പോളിൻ്റെ ആത്മാവിനോട് ചേർന്ന് എൻ്റെ ആത്മാവിനെ ഐക്യപ്പെടുത്തണമേ. 4 മണിക്ക് തോമസ് പോൾ എണിക്കണോടൊപ്പം എന്നെയും എണിപ്പിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണമേ. നാളെ 4 മണിക്ക്, വെളുപ്പിന് 4 മണിക്ക് എന്നെ ഉണർത്തണമേ. ആമേൻ. 4 മണി എന്നൊക്കെ പറഞ്ഞാലും 3-3:30 ആകുമ്പോൾ ഉണരാറുണ്ട്. അതാണ്. ഉണർന്നു കഴിഞ്ഞാൽ ഉടനെ മധ്യസ്ഥ പ്രാർത്ഥന ഒന്നും ചെയ്യരുത്. ആദ്യം നമ്മുടെ ഗ്ലാസ് നിറയ്ക്കണം. നമ്മുടെ ഗ്ലാസ് നിറച്ചാലല്ലേ മറ്റവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ശുശ്രൂഷകൾ ചെയ്യേണ്ട ഒരു പ്രത്യേക, നമ്മൾ വിചാരിക്കും ഞാനങ്ങനെ സങ്കുചിത മനസ്ഥിതിയൊന്നുമില്ല, ഞാൻ എനിക്ക് വേണ്ടിയൊന്നും പ്രാർത്ഥിക്കില്ല, ഞാനെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുള്ളൂ. ഈ empty ഗ്ലാസ്സിൽ നിന്ന് കൊടുത്തിട്ട് എന്താ കാര്യം? വെളുപ്പിനെ പ്രാർത്ഥിക്കേണ്ടത് ആദ്യം നമുക്ക് തന്നെ പ്രാർത്ഥിക്കണം.
അതാണ് ഈശോ പറഞ്ഞത്, ഉപ്പിന് ഉറ കൂട്ടണം. ഉപ്പിന് ഉറ ഉണ്ടെങ്കിലല്ലേ മറ്റവർക്ക് ഉപ്പ് പകരാൻ പറ്റുള്ളൂ. പുളിപ്പിന് വീര്യമുണ്ടെങ്കിലല്ലേ ആ പുളിപ്പ് മാവിനെ പുളിപ്പിക്കുള്ളൂ. ഇതൊക്കെ നിസ്സാര കാര്യമാണെങ്കിലും ഇപ്പം നിങ്ങൾ കൊന്ത ചെല്ലും. ഞാൻ ചോദിച്ചു, ചിലർ പറഞ്ഞു എൻ്റെ ബ്രദറെ എനിക്ക് ഭയങ്കര ക്ഷീണമാണ്. ഞാൻ പറഞ്ഞു നീ എങ്ങനെയാ രാവിലെ പ്രാർത്ഥിക്കും? ഞാൻ എനിക്ക് വഴി എൻ്റെ 3 കൊന്തയും ചെല്ലും. അത് തെറ്റാണ്. തെറ്റെന്ന് പറഞ്ഞാൽ കൊന്ത ചെല്ലുമ്പോൾ ഏത് കൊന്തയിൽ? കരുണക്കൊന്ത തന്നെ ചെല്ലും. കരുണക്കൊന്ത ചെല്ലുമ്പോൾ ലോകം മുഴുവനിലേക്കും നിൻ്റെ ആത്മാവിൽ നിന്ന് ഒഴുക്ക് ചെല്ലുകയാണ്. നിൻ്റെ ആത്മാവിൽ എന്തെങ്കിലും വേണ്ടേ? അപ്പം നീ തളരും. എന്നിട്ട് ആകെ ബഹളമാണ് വീട്ടിൽ. ഒന്നിനും ഒരു സമാധാനം കിട്ടുന്നില്ല. പിള്ളേരെയും വഴക്ക് പറയും, ഭർത്താവിനെയും വഴക്ക് പറയും. അപ്പോൾ കൊച്ചു പിള്ളേരും മമ്മി അമ്മാമ്മ പള്ളിയിൽ പോയി വന്നിട്ട് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പള്ളിയിൽ പോകാത്തവരാ നല്ലതെന്ന് പറയും. എന്താ കാരണം? പ്രാർത്ഥനയ്ക്ക് ഒരു താളമുണ്ട്. അതിൻ്റെ ആദ്യം നമ്മൾ നിറയണം. നമ്മുടെ ആത്മാവിൽ ജ്ഞാനം നിറയണം. നമ്മുടെ ആത്മാവിൽ സ്നേഹം നിറയണം. ഒരു സഹോദരി കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞു, എനിക്ക് ആകെ ബഹളമാണ് വീട്ടിൽ. മക്കളെന്നോട് വഴക്ക് പറയുന്നു, മമ്മിയൊന്നും മനസ്സിലാക്കുന്നില്ല. മമ്മി ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞാനുമായിട്ട് ഇവരൊന്നും ഒക്കുന്നില്ല. ഞാൻ പറഞ്ഞു, നീ രാവിലെ എങ്ങനെയാണ് പ്രാർത്ഥിക്കണേ? അപ്പോൾ അവരിതേമാതിരി തന്നെ പറഞ്ഞു, നീ അല്പം വ്യത്യാസപ്പെടുത്താം പ്രാർത്ഥന. നീ രാവിലെ തന്നെ, ഞാൻ 1 മണിക്കൂർ എന്ന് പറയണം. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇവർ പ്രാർത്ഥിക്കില്ലല്ലോ. ഒരു 10 മിനിറ്റെങ്കിലും നിൻ്റെ ആത്മാവിലേക്ക് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കും. എന്നിട്ട് എന്താ സംഭവിക്കണമെന്നു പിറ്റേ ദിവസം അവൾ എനിക്ക് മെസ്സേജ് അയച്ചു. എൻ്റെ കർത്താവേ, ഭയങ്കര വ്യത്യാസം. എൻ്റെ ആത്മാവിൽ കൃപ നിറഞ്ഞു, എൻ്റെ ആത്മാവിൽ ജ്ഞാനം നിറയും, എൻ്റെ ആത്മാവിൽ സ്നേഹം നിറഞ്ഞതോടെ അവർ പറയാണ്, ഞാൻ വീട്ടിലൊരു പട്ടിയുണ്ട്, ആ പട്ടി വീട്ടിലെ സിറ്റിംഗ് റൂമിൽ തന്നെ പോയി മൂത്രമൊഴിച്ചു. എനിക്കിത് ഭയങ്കര അരിശുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ അന്ന് ഞാനൊന്നും മിണ്ടിയില്ല ഈ പട്ടിയോട്. ഈശ്വരനെ വിളിച്ച് ചോദിക്കാൻ പോകും. ഓക്കെ, 1 മിനിറ്റ്, ഒരു മിനിറ്റ്. അത് കഴിഞ്ഞ് പിള്ളേരോടൊരു കാര്യം പറയണമെന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും അവരിങ്ങോട്ട് വന്നിട്ട് പറയാണ്, മമ്മി ഞാനത് ചെയ്യട്ടെ. അത് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. ഇങ്ങനെ നമുക്ക് തോന്നിയിട്ടില്ലേ പല പ്രാവശ്യം? അയ്യോ, ഞാൻ വിചാരിച്ച കാര്യം തന്നെ അവർ ചെയ്യണം. ഇങ്ങനെയും ഒരു ജീവിതമുണ്ട്. അതിനെന്ത് ചെയ്യണം? അതിരാവിലെ എഴുന്നേറ്റ് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം നാളെ രാവിലെ 4 മണിക്ക് എണീറ്റാൽ കൊന്ത ചെല്ലരുത്. കൊന്ത അത് കഴിഞ്ഞിട്ട് ചെല്ലിയോ. ആദ്യം നിങ്ങൾ ജ്ഞാനത്തിൻ്റെ പുസ്തകം വായിച്ച് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എല്ലാവരും. എന്നിട്ടേ നാളെ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വീകരിക്കാം.